സോഹോ റിക്രൂട്ട് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. സോഹോ റിക്രൂട്ട് എന്ന് പറയുന്നത് മെയിൻലി ഫോർ HR ഹയറിംഗ് പ്രോസസ്സ് എല്ലാം സിംപ്ലിഫൈ ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനും വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് ബിൽഡ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് സോഹോ റിക്രൂട്ട്. ഇത് മെയിൻലി 2 എഡിഷൻ വരുന്നുണ്ട്. ഒന്ന് സ്റ്റാഫിംഗ് ഏജൻസീസിന് വരുന്ന എഡിഷൻ വരുന്നുണ്ട്, അതിന് സെപ്പറേറ്റ്ലി നമുക്ക് ഇൻ ഹൗസ് HR ടീംസിന് വേണ്ടി വരുന്ന വേറൊരു എഡിഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് സോഹോ പ്ലാറ്റ്ഫോമിങ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത്. ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഏരിയാസാണ് നമുക്ക് ഈ താഴെ കാണുന്നത്. നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നത് കാൻഡിഡേറ്റ്സ് മൊഡ്യൂൾ വരുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് മൊഡ്യൂളിലാണ് നമ്മൾ ഹയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ്സിൻ്റെ നെയിംസും കാര്യങ്ങളെല്ലാം ബേസിക് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആൻഡ് അവരുടെ സ്കില്ല്, അതേപോലെ റെസ്യൂം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ക്ലയൻറ്റ്സ് ആൻഡ് കോൺടാക്ട് സെക്ഷൻ വരുന്നുണ്ട്. ക്ലയൻറ്റ് സെക്ഷനിലാണ് നമ്മൾ ഏത് ബിസിനസ്സിനാണോ നമ്മൾ ഹയറിങ് ചെയ്യുന്നത്, ഏത് ബിസിനസ്സാണോ ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത്, അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതാണ് ക്ലയൻറ്റ്സ്. ആൻഡ് കോൺടാക്ട്സ് എന്ന് പറയുമ്പോൾ ആ ക്ലയൻറ്റ് ബിസിനസ്സിൻ്റെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന പേഴ്സൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന സെക്ഷനാണ് കോൺടാക്ട്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സെക്ഷനാണ് ജോബ് ഓപ്പണിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ജോബ് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലയൻസിൻ്റെ അണ്ടറിൽ വരുന്ന ജോബ് ഓപ്പണിങ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് ജോബ് ഓപ്പണിംഗ്. ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാൻഡിഡേറ്റ്സിന്, നമുക്ക് ഒരു സിംഗിൾ കാൻഡിഡേറ്റ്സിൻ്റെ മൾട്ടിപ്പിൾ ജോബ്സിലേക്ക് ജോബ് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും. ആ സെക്ഷനാണ് ജോബ് ആപ്ലിക്കേഷൻസ്. സോ അതൊക്കെ ക്ലയൻസിന് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അണ്ടർ വൺ റിക്രൂട്ട് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് ഡാഷ്ബോർഡ് സെക്ഷൻ പറയുമ്പോൾ നമുക്ക് ഓവറോൾ നമ്മളെ കാൻഡിഡേറ്റ്സിൻ്റെ ഓവറോൾ കാൻഡിഡേറ്റ്സിൻ്റെയും ക്ലയൻസിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കസ്റ്റമായിട്ട് കാണാൻ പറ്റുന്ന സെക്ഷനാണ് ഡാഷ്ബോർഡ് സെക്ഷൻ.